പരിശുദ്ധനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം ഈ കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളിലും ഇസ്രയേലിൻ്റെ രാജാക്കന്മാരെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നും നാം അപ്രകാരമാകുന്നു. അതിനുവേണ്ടി നിങ്ങളെ ഈ രാജാക്കന്മാരെക്കുറിച്ച് പഠിക്കുവാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയോടും അതോടൊപ്പം തന്നെ നിങ്ങൾ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്ന് പൂർണ്ണമായി ദൈവജനത്തെ ഉൾക്കൊള്ളേണ്ടതിന് വേണ്ടി ദൈവിക കൃപയും പരിജ്ഞാനവും ഏൽക്കേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കേണ്ടതിന് വേണ്ടി ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരുന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കും. അതിനായി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് നാം പഠിക്കുന്നത് ഇസ്രായേലിലെ രാജാവായിരിക്കുന്ന യേഹൂവിനെ കുറിച്ചാണ്. യേഹൂ തൻ്റെ രാജ്യഭരണത്തേക്ക്, ഇസ്രായേലിലെ രാജ്യഭരണത്തേക്ക് കടന്നു വരുന്നത് ഏലിയ പ്രവാചകൻ്റെ പ്രവാചക ശിഷ്യനിൽ ഒരാളായി ഇരുന്ന വ്യക്തി അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുമ്പോഴാണ്. നമുക്കിവിടെ കാണുവാൻ നോക്കണം, BC 841 മുതൽ 813 വരെയുള്ള കാലയളവാണ് യേഹൂവിൻ്റെ ഭരണകാലമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ഈ ഭരണകാലത്ത് അദ്ദേഹം പൂർണ്ണമായി ദൈവസന്നിധിയിൽ ആകുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ഇസ്രയേലിലെ 10ാമത്തെ ഭരണകർത്താവാണ്. അപ്പോൾ ഏതാണ്ട് 28 വർഷക്കാലം യേഹൂ ഇസ്രയേലിൽ രാജഭരണം നടത്തിയെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം. ആ കാലഘട്ടത്തിൽ ദൈവം തന്നെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യതയോടെ ചെയ്തു എന്ന് തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുവാനാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 9ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. 1-2 എലിശ പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ വിളിച്ച് അവനോട് പറഞ്ഞത്, നീ അരകെട്ടി ഈ തൈലപാത്രം എടുത്തുകൊണ്ട് ഗിലിയാദിലെ രാമത്തിലേക്ക് പോവുക. അവിടെ എത്തിയ ശേഷം നിംഷിയുടെ മകനായ യെഹോശാഫാത്തിൻ്റെ മകൻ യേഹൂ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കി അകത്ത് ചെന്ന് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോകുക. പിന്നെ തൈലപാത്രം എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച്, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് താമസിയാതെ ഓടിപ്പോരുക എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയ ദൈവജനമേ, നാം മനസ്സിലാക്കണം, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിരുന്ന ശൗലിനെയും ഇതേ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേലിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നത്. അവനന്ന് സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്നു. അവൻ്റെ പൊക്കമോ അവൻ്റെ ഉയരമോ അവൻ്റെ കുലമോ നോക്കരുതെന്ന് ദൈവത്തിൻ്റെ ദാസനോട് കൽപ്പിച്ചു. അപ്രകാരം പ്രവാചകൻ ശൗലിനെ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായി അഭിഷേകം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ നിൽക്കണം. ഇതേ ഒരു സാഹചര്യമാണ് ഇവിടെയും ഇസ്രായേലിൻ്റെ നാശത്തിന് വഴിതെളിച്ചതായ, അല്ലെങ്കിൽ പ്രവാചകന്മാരെ കൊന്ന ഇസബേലിനെയും ഇസബേലിൻ്റെ കുടുംബത്തെയും അവരുടെ രക്തത്തിലുള്ളതായ ജീവനുള്ളതായ സകലത്തെയും നശിപ്പിക്കുവാൻ യെരോബെയാമിൻ്റെ കുടുംബത്തെ നശിപ്പിച്ചതുപോലെ നശിപ്പിച്ച് കളയുവാൻ ദൈവം ഇവിടെ ആഹ്വാനം ചെയ്യുന്നതായിട്ട് കാണുവാൻ തക്കണം കഴിയും. ഇവനെ എപ്രകാരമാണ് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്, നിംഷിയുടെ മകനായ യെഹോശാഫാത്തിൻ്റെ മകനായ യേഹൂ. അപ്പോൾ അവൻ്റെ മുത്തച്ഛനും അവൻ്റെ അച്ഛനും ആരാണെന്ന് പറയാൻ, നിംഷിയാണ് മുത്തച്ഛൻ, അതുപോലെ യെഹോശാഫാത്താണ് അവൻ്റെ പിതാവ്. ഇവരെല്ലാം പ്രത്യേകം പറയുകയാണ്. എന്നിട്ടോ അവൻ ഇരിക്കുന്നത് എന്ത് ചെയ്യുന്നു, അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോകുക. എന്ത് ചെയ്യണം, അഭിഷേകം ചെയ്യുമ്പോൾ മറ്റാരും കാണാതെ അഭിഷേകം ചെയ്ത് രാജസ്ഥാനത്താക്കിയിട്ട് പ്രവാചകനോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം, ആരും കാണാതെയല്ല, നീ ഉടനെ തന്നെ അഭിഷേകം ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി പോരണം. പുറത്തിറങ്ങി പോരുവാൻ അപ്രകാരം കൽപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവൻ എന്ത് ചെയ്തു, അഭിഷേകം ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി പോന്നു. അപ്പോൾ പ്രവാചകൻ ഓടിപ്പോകുന്നത് കണ്ടിട്ട് തന്നെ സഹപാഠികളായിരിക്കുന്ന നേതാക്കന്മാർ ഇപ്രകാരം ചോദിക്കുന്നു, എന്താണ് പ്രവാചകൻ വന്ന് പറഞ്ഞത്? അപ്പോൾ എവിടെ വെച്ചാണ് ഇതിനെ അഭിഷേകം ചെയ്യുന്നത്? ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്, ഗിലിയാദിലെ രാമത്തിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ പടനായകന്മാർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടു. പടനായകന്മാർ, പടയെ നയിക്കുന്ന നേതാക്കൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സൈന്യാധിപന്മാർ, നമുക്കറിയാം ഇന്ത്യയിലാണെങ്കിൽ 3 സൈന്യാധിപന്മാരുണ്ട്. കരസേന,
സൈന്യാധിപൻ, അതുപോലെ വായുസേന സൈന്യാധിപൻ, അതുപോലെ തന്നെ ജലമാർഗത്തിലുള്ളതായ സൈന്യത്തിൻ്റെ അധിപൻ. ഇവരെ 3 പേരെ പോലെയും എന്ത് ചെയ്യുന്നു? ഇവിടെയും സൈന്യ അധിപന്മാരെക്കുറിച്ച് കാണുകയാണ്. പടനായകന്മാർ എന്നാണ് പറയുന്നത്, പടയെ നയിക്കുന്നവർ. അവരുടെ ഇടയിൽ നിന്നാണ് ഈ യേഹൂവിനെ വിളിച്ചുകൊണ്ട് പോയി അഭിഷേകം ചെയ്യുന്നത്. അവന് യൗവനക്കാരനായിരുന്നു, ഒരു പ്രവാചകനാണ് ചെയ്തത്. എലീശയുടെ പ്രവാചക ശിഷ്യന്മാർ ഗണത്തിൽ ഒരാളായിരുന്നു. അപ്രകാരം കാണുന്നത്, എനിക്ക് നിന്നോടൊരു കാര്യം അറിയിപ്പാനുണ്ട് എന്ന് അവൻ പറഞ്ഞതിന്, ഞങ്ങൾ എല്ലാവരും വെച്ച് ആരോടെ എന്ന് യേഹു ചോദിച്ചു. നിന്നോട് തന്നെ. യേഹു ചോദിക്കണം, ആരോടാണ് നീ ഒരു കാര്യം പറയാനുള്ളത്? അവ പറയാണ്, നിന്നോട് തന്നെ, മറ്റാരോടുമല്ല, യേഹുവിനോട് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ തൈലം അവൻ്റെ തലയിൽ ഒഴിച്ച് അവനോട് പറഞ്ഞു തന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ യഹോവയുടെ ജനമായ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യുന്നു. രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ രക്തത്തിന്, യഹോവയുടെ സകല ദാസന്മാരുടെയും രക്തത്തിന് ഇസബേലിനോട് പ്രതികാരം ചെയ്യുവാൻ യേഹുവിനെ ദൈവം അവിടെ രാജസ്ഥാനത്ത് കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ട, നമുക്കറിയാം രാജസ്ഥാനത്ത് കൊണ്ടുപോകാനുള്ളതായ കാരണം. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ രാജാക്കന്മാരിൽ ഏറ്റവും രക്തച്ചൊരിച്ചിലിന് പ്രധാനിയായിരുന്നു യേഹു എന്ന് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. അങ്ങനെയായിരുന്ന യേഹു 28 വർഷക്കാലം കൊണ്ട് അവിടെ ഒരു തുടച്ചു നീക്കൽ നടത്തുകയാണ്. ഒരു ഭരണ പ്രക്രിയയ്ക്ക് ഒരു മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. കാരണം മുൻ രാജാക്കന്മാരായിരുന്ന ഇസബേലും ആഹാബിൻ്റെയും ആ ദേവന്മാരെ പൂർണ്ണമായി മാറ്റിക്കളഞ്ഞതിന് ശേഷം, അല്ലെ ബാൽ ദേവന്മാരെ മാറ്റിക്കളഞ്ഞതിന് ശേഷം, ബാലിൻ്റെ ക്ഷേത്രങ്ങളെ പൂർണ്ണമായി ഉടച്ചു നീക്കിയതിന് ശേഷം, ഇവിടെ തിരുവചനം പറയുന്നത് അത് മറപ്പുര പോലെയാക്കിയെന്ന. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മറപ്പുരയുടെ അവസ്ഥ എന്തായിരിക്കും? കാരണം നമുക്കറിയാം നാം എന്തിനാണ് മറപ്പുരയിൽ പോകുന്നത്, എന്താവശ്യങ്ങൾക്കാണ് പോകുന്നത്. ഇതേ രീതിയിൽ അതിനെ പൂർണ്ണമായിട്ട് ദൈവം പറഞ്ഞ വാഗ്ദാനം നിറവേറ്റുവാൻ യേഹുവിനെ തിരഞ്ഞെടുത്തതായിട്ട് തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്രകാരം കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അതുപോലെ തന്നെ അവൻ പറയുകയാണ് ചെയ്യുന്നത്, നീ സംഹരിച്ചു കളയണം, ആഹാബിൻ്റെ ഗ്രഹത്തെ നീ സംഹരിച്ചു കളയണം. ആഹാബ് ഗ്രഹം അശേഷം മുടിഞ്ഞു പോകണം. ഇസ്രായേൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷപ്രജയൊക്കെയും ഞാൻ ഛേദിച്ചു കളയും. ഞാൻ ആഹാബ് ഗ്രഹത്തെ നബോത്തിൻ്റെ മകനായ യെരോബിൻ്റെ ഗ്രഹത്തെ പോലെയും അഹ്യാബിൻ്റെ മകനായ ബെശയുടെ ഗ്രഹത്തെ പോലെയും ആക്കും. ഇസബേലിനെ ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ തിന്നുകളയും. കാരണം എന്താണ്? ആ ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് ആഹാബ് രാജാവിൻ്റെ രാജ്ഞിയായിരുന്ന സഹധർമ്മിണിയായിരുന്ന ഇസബേലിനെ നായ്ക്കൾ തിന്നു കളയുവാനുള്ളൊരു അവസരം. കാരണം നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് കഴിയുന്നു. കാരണം ഈ ഇസബേലാണ് നബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിന് കുറുക്കുവഴികൾ ചിന്തിച്ച് അവനെ കൊന്നതിന് ശേഷം ആ മുന്തിരിത്തോട്ടം തൻ്റെ ഭർത്താവിന് ഏൽപ്പിച്ചു കൊടുത്തത്. ആ കാരണം കൊണ്ട്, അല്ലെങ്കിൽ നീതിമാൻ്റെ രക്തത്തിന് ദൈവം പ്രതികാരം ചെയ്യുകയാണ്. അവൻ നിരപരാധിയായിരുന്നു, അവന് യാതൊന്നും തെറ്റ് ചെയ്തിട്ടില്ല, അവൻ്റെ പിതാക്കന്മാരുടെ സ്വത്താണ്, അതവൻ പൂർണ്ണമായി സംരക്ഷിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതെനിക്ക് വിട്ടുതരുവാൻ മനസ്സില്ല. രാജാവിന് ഇസ്രായേലിൽ ഏത് മുന്തിരിത്തോട്ടം വേണമെങ്കിലും വേറെ വാങ്ങാമായിരുന്നു. എന്നാൽ തൻ്റെ അവകാശമായിരിക്കുന്ന പിതാക്കന്മാരുടെ അവകാശം ചോദിച്ചാൽ ഒരു കാരണവശാലും ആരും അത് നൽകുവാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ നാം മനസ്സിലാക്കണം, ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്രകാരമായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇസബേലിനുള്ള പ്രതികാരം, അതുപോലെ യോരാമിനെ കൊന്നത്, യഹൂദ രാജാവ് അസയാവിനെ കൊല്ലുന്നു, അതുപോലെ തന്നെ ആഹാബ് ഗൃഹത്തിന് ശേഷിപ്പിക്കാതെ സകലരെയും സംഹരിച്ചു കളയുന്നു. ഇതെല്ലാം നമ്മൾ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു. അവൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു ഇത്യാദി ഇന്നിന്ന കാര്യങ്ങൾ അവൻ എന്നോട് സംസാരിച്ചു എന്ന് പടനായകന്മാരോട് പറഞ്ഞു. അവർ ഉടനെ തന്നെ അവരുടെ കയ്യിലുള്ള വസ്ത്രങ്ങളിട്ട് അവനെ കുമ്പിട്ടതായിട്ട് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. അവൻ്റെ കാൽക്കൽ വിരിച്ചു കാഹളമോതി യേഹു രാജാവായി എന്ന് പറഞ്ഞു. അങ്ങനെ നിംഷിയുടെ മകനായ യഹോശാഫാത്തിന്റെ മകൻ യേഹു
യോരാമിന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി അവൻ ഇസ്രായേലിന് രാജാവായി തീർന്നു. പ്രിയപ്പെട്ടൊരു അപ്രകാരമായി തീർന്നതായ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഇപ്രകാരമാകുന്നു. യേഹു രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. യോരാം അവിടെ കിടക്കുകയായിരുന്നു. യോരാമിനെ കാണുവാൻ യഹൂദ രാജാവായ അഹസ്യാവും അവിടെ വന്നിരുന്നു. ഇസ്രായേലിലെ ഗോപുരങ്ങളിൽ ഒരു കാവൽക്കാരൻ നിന്നുകൊണ്ട് ഇസ്രായേൽ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ ഒരു കാവൽക്കാരൻ നിന്നുകൊണ്ട് അവൻ നോക്കുമ്പോൾ ഒരു പടക്കൂട്ടം ഇങ്ങോട്ട് വരുന്നു. അതാരാണെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. ഉടനെ കുതിരപ്പുറത്ത് കയറ്റി ഒരു പടയാളിയെ അങ്ങോട്ട് അയക്കുന്നു. അവൻ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് സമാധാനമോ എന്ന് വെച്ച്, സമാധാനം കൊണ്ട് നിനക്കെന്ത് കാര്യം, അതുകൊണ്ട് നീ മടങ്ങി എൻ്റെ പുറകെ വരിക എന്ന് യേഹു കൽപ്പിക്കുന്നു. അങ്ങനെ രണ്ടുപേര് വന്നു. ആദ്യത്തെ ആളും അങ്ങനെ വന്നു, രണ്ടാമത്തെ ആളും അങ്ങനെ വന്നപ്പോൾ ആ കാവൽപ്പുരയുടെ മുറ്റത്ത് അല്ലെങ്കിൽ ആ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്നതായ പടയാളി ഇപ്രകാരം പറയുന്നു, അവർ അങ്ങ് വരെ ചെല്ലുന്ന കൊണ്ടു പിന്നീട് എവിടെ പോയെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു. കാരണം യേഹുവിനെ രാജാവായി ചേർത്ത് കൊണ്ടുവരികയാണ്. അങ്ങനെ യോരാമിൻ്റെ അടുക്കൽ വന്നു. ഉടനെ യോരാം രഥം കയറി, അഹസ്യാവും രഥം കയറി ഇപ്രകാരം യേഹുവിൻ്റെ അടുക്കൽ ചെന്നു. നിങ്ങൾക്ക് സമാധാനമോ എന്ന് ചോദിച്ചപ്പോൾ യേഹു ഇപ്രകാരം പറയുകയാണ് ചെയ്യുന്നത്, നിൻ്റെ അമ്മയായിരിക്കുന്ന ഇസബേൽ ചെയ്തിരിക്കുന്ന പരസംഗം നിമിത്തം ശുദ്രവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം എന്ത് സമാധാനമെന്ന് പറഞ്ഞു. അപ്പോൾ യോരാം രഥം തിരിച്ച് ഓടിച്ചുകൊണ്ട് യഹൂദ രാജാവായ അഹസ്യാവിനോട് ദ്രോഹം 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 എന്ന് പറഞ്ഞു. അവൻ ഇപ്രകാരം പറഞ്ഞു. എന്നാൽ യേഹു വില്ലെടുത്ത് അമ്പെടുത്ത് കുലച്ചപ്പോൾ യോരാമിൻ്റെ നെഞ്ചിൽ കൊണ്ടു അവൻ മരിച്ചുപോയി, ചുരുണ്ടുകൂടി, രഥത്തിൽ ചുരുണ്ടുകൂടി എന്നാണ് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത്. ആ രഥത്തിൽ ചുരുണ്ടുകൂടി നമുക്ക് മനസ്സിലാക്കുന്ന 9 അധ്യായത്തിന് 22 മുതലുള്ളതായ വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ നമുക്ക് അപ്രകാരം കാണുവാൻ. അവൻ രഥത്തിൽ ചുണ്ടു വീണു. യേഹു തൻ്റെ പടനായകനായ ബിദ്കാരോട് പറഞ്ഞത്, അവനെ എടുത്ത് ഇസ്രായേലിനായ നബോത്തിൻ്റെ നിലത്തിൽ എറിഞ്ഞു കളക. ഞാനും നീ ഒരുമിച്ച് അവൻ്റെ അപ്പനായ ആഹാബിൻ്റെ പിന്നാലെ കുതിരയേറി പോകുമ്പോൾ നബോത്തിൻ്റെ രക്തവും അവൻ്റെ മക്കളുടെ രക്തവും ഇന്നലെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. സത്യം എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവനെ അപ്രകാരം കൊന്ന് നബോത്തിൻ്റെ നിലത്തിൽ എറിഞ്ഞു കളഞ്ഞു. അവൻ്റെ രക്തം നായ്ക്കൾ നക്കി എന്ന് കാണുവാൻ തക്കോണം കഴിയുന്നു. തുടർന്ന് നമുക്ക് വായിക്കുമ്പോൾ പ്രകാരം കാണുകയാണ് ചെന്ന്, അവനെ അടുത്ത് യഹോവയുടെ വചനപ്രകാരം തന്നെ ഈ നിലത്ത് എറിഞ്ഞു കളക. യഹൂദ രാജാവ് അഹസ്യാവ് ഇത് കണ്ടിട്ട് ഉദ്യാനം വഴിയായി അവൻ ഓടിപ്പോയി. എന്നാൽ അവൻ്റെ പിറകെയും പിന്നാലെ ചെന്ന് യേഹു അഹസ്യാവിനെയും കൊന്നു. യഹൂദ രാജാവ് അഹസ്യാവിനെയും കൊന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നു. വീണ്ടും നമ്മൾ 30-ാമത്തെ വാക്യം കാണുമ്പോൾ ഇവിടെ പറഞ്ഞ്, യേഹു ഇസ്രായേൽ വന്നത് ഇസബേൽ കേട്ടിട്ട് തൻ്റെ കണ്ണിൽ മഷി എഴുതി തലചികി മിനുക്കിക്കൊണ്ട് കിളിവാതിൽ കൂടി നോക്കി. എന്താണ്? ആഹാബ് രാജാവിൻ്റെ ഭാര്യയായിരിക്കുന്ന ഇസബേൽ വാലിട്ട് കണ്ണെഴുതി പൊട്ടുതൊട്ട് തൻ്റെ സൗന്ദര്യ വസ്തുക്കളെല്ലാം തേച്ച് അവൾ സുന്ദരിയായിട്ട് യേഹുവിനെ സ്വീകരിപ്പാൻ ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം കുമാരനാശാൻ്റെ വാസവദത്ത എന്നുള്ളതായ കൃതികൾ നമ്മൾക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. വാസവദത്തയുടെ സ്വഭാവം, ഇതേ സ്വഭാവമായിരുന്നു ഇസബേലിൻ്റെ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. കാരണം അവൾ പരസംഗക്കാരിയായിരുന്നു. അവൾ ജീവിതരീതിയിൽ ഒരു കാരണവശാലും ദൈവത്തെ അനുസരിക്കുന്നവളായിരുന്നില്ല, ദൈവഹിതപ്രകാരം ജീവിക്കുന്നവളായിരുന്നില്ല. ദൈവത്തിൻ്റെ ദാസന്മാരെ കൊന്നു. അതുകൊണ്ട് അവളോട് ചോദിക്കുകയാണ് ചെന്ന്, അവിടെ ഇരിക്കുന്നതാൽ കുറച്ച് ആളുകൾ ആ കിളിവാതിൽ കൂടി അവൻ്റെ അടുത്തേക്ക് മുഖമുയർത്തി നോക്കി, ആരുള്ളൂ എൻ്റെ പക്ഷത്ത്, ആരുള്ളൂ എൻ്റെ പക്ഷത്തെന്ന് യേഹു ചോദിച്ചു. അവളെ തള്ളി താഴെയിടുവിൻ. അവളെ തള്ളി താഴെയിട്ടു. അവൾ നിലത്ത് വീണപ്പോൾ ചത്തുപോയി. അവൾ എന്ത് ചെയ്തു? അപകട മരണം സംഭവിച്ചതുപോലെ അവിടെയായി. എന്നിട്ടോ അവളുടെ പിണമെടുത്ത് കുഴിച്ചിട്ടില്ല. അവർ മടങ്ങി വരുമ്പോഴത്തേക്കും എന്ത് ചെയ്തു? നായ്ക്കൾ അവളുടെ പിണം മുഴുവൻ തിന്നു. കാലുകളും കൈകളും തലയും മാത്രം വേർപെട്ട് കിടന്നു. അവളെ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നിലത്തിലെ ചാണകം പോലെ അവളായിത്തീർന്നു. കണ്ടാൽ തിരിച്ചറിയാൻ പാടാത്ത അവസ്ഥ. ദൈവം എത്രത്തോളം ആണ് ദൈവത്തിനെതിരെ പ്രവർത്തിച്ച വ്യക്തികളെ ദൈവം നശിപ്പിച്ച് കളഞ്ഞതെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം നാം ദൈവത്തിൻ്റെ വചനങ്ങളെ ഗ്രഹിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇസബേലിൻ്റെ മാംസം തിന്നുകളയുകയും ആദ്യ ഇസബേൽ എന്ന് പറവാൻ കഴിയാതെ വണ്ണം ഇസബേലിൻ്റെ പിണം ഇസ്രായേൽ പ്രദേശത്ത് വലിയ ചാണകം പോലെ ആകും എന്നിങ്ങനെ യഹോവ തിശ്ബിനായി ഏലിയാവ് എന്ന തൻ്റെ ദാസൻ മുഖാന്തരം അരുളി ചെയ്ത വചനം നിവൃത്തിയായി. ആ തിശ്ബിനായ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്തത് എലീശ പ്രവാചകൻ്റെ കാലത്താണ്
അത് നടക്കുന്നത്. അത് യേഹൂ ഇസ്രായേലിലെ രാജാവായ കാലത്താണ് അത് നടമായി പൂർണ്ണമായി തീരുവാൻ തക്കവണ്ണം കഴിഞ്ഞത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട്. നമുക്ക് 10-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങൾ ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. യേഹൂ ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ഇവിടെ വായിക്കണേ, ആകയാൽ ബാലിൻ്റെ സകല പ്രവാചകന്മാരെയും സകല പൂജാകാരന്മാരെയും സകല പുരോഹിതന്മാരെയും എൻ്റെ അടുക്കൽ വരുവിൻ, ഒരുത്തനും വരാതിരിക്കരുത്, ഞാൻ ബാലിനൊരു മഹായാഗം കഴിക്കുവാൻ പോകുന്നു, വരാത്തവർ ആരും ജീവനോടെ ഇരിക്കില്ല എന്ന് കൽപ്പിച്ചു. എന്നാൽ ബാലിൻ്റെ പൂജകന്മാർ നശിപ്പിക്കുവാൻ തക്കവണ്ണം യേഹൂ ഒരു ഉപായം പ്രയോഗിച്ചു. ബാലിന് ഒരു വിശുദ്ധ സഭായോഗം ഘോഷിപ്പിൻ എന്ന് യേഹൂ കൽപ്പിച്ചു. എന്താണ്? തന്ത്രപരമായൊരു കൺവെൻഷൻ, അല്ലെങ്കിൽ ഒരു സമ്മേളനം, അല്ലെങ്കിൽ ഒരു യോഗ പരമ്പര അവിടെ കൂടുകയാണ്. ബാലിൻ്റെ ക്ഷേത്രത്തിൽ എല്ലാ ബാലിൻ്റെ പുരോഹിതന്മാരും വരണമെന്ന് ദൈവത്തിൻ്റെ കരങ്ങൾ അവനോട് കൂടെ ഇരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. പ്രിയപ്പെട്ട അപ്രകാരം അവരെല്ലാം വന്നു കൂടിയപ്പോൾ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന, ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്ന, പ്രവാചകനായിരിക്കുന്ന ആ യേഹൂ തന്നെ ഏൽപ്പിച്ചതായ ദൗത്യം വളരെ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ നമുക്ക് കാണുന്നു അവരെ പൂർണ്ണമായി നശിപ്പിച്ചു. ഇപ്രകാരം പറയുകയാണ്, ദേശത്ത് ആളയച്ച് എല്ലായിടത്തും ബാലിൻ്റെ സകല പൂജകന്മാരും വന്നു, ഓരോരുത്തരും വരാതിരുന്നില്ല. അവർ ബാലിൻ്റെ ക്ഷേത്രത്തിൽ കൂടി ക്ഷേത്രം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തിങ്ങി നിറഞ്ഞു. അവൻ വസ്ത്രവിചാരകനോട് ബാലിൻ്റെ സകല പൂജകന്മാർക്കും വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കുക എന്ന് കൽപ്പിച്ചു. അവൻ വസ്ത്രം കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ യേഹൂവും രേഖാബിൻ്റെ മകനായ യോനാദാബും ബാലിൻ്റെ ക്ഷേത്രത്തിൽ കടന്ന് ബാലിൻ്റെ പൂജകന്മാർ മാത്രമല്ലാതെ യഹോവയുടെ പൂജകന്മാർ ആരുമില്ല എന്ന് നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കാൻ പറഞ്ഞു. അവർ പുറകോട്ട് നോക്കിയ സമയത്ത് യേഹൂവും അവനോട് കൂടെ ഉണ്ടായിരുന്നതായ രേഖാബിൻ്റെ മകനായ യോനാദാബും കൂടി അവരെ ഓരോരുത്തരെയും കൊന്നു കളഞ്ഞു എന്ന് കാണുവാൻ തക്കണം കഴിയും. കാരണം 24-ാമത്തെ വാക്യം പറയുമ്പോൾ അവർ ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും കഴിപ്പാൻ അകത്ത് ചെന്ന ശേഷം യേഹൂ പുറത്ത് 80 പേരെ നിർത്തി, ഞാൻ നിങ്ങളുടെ കയ്യിലേൽപ്പിക്കുന്ന ആളുകളിൽ ഒരുത്തൻ ചാടിപ്പോയാൽ അവൻ്റെ ജീവന് പകരം അവനെ വിട്ടയച്ചവൻ്റെ ജീവനുമായിരിക്കും എന്ന് കൽപ്പിച്ചു. കാരണം ഒരു പുരോഹിതന്മാർ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് കണ്ടു. അങ്ങനെ അവരെ പരിപൂർണമായി നശിപ്പിച്ചു. വീണ്ടും നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ ആഹാബിൻ്റെ 70 പുത്രന്മാരെയും അവരുടെ ബന്ധുക്കളെയും രാജകുമാരന്മാരെയും അവൻ പൂർണ്ണമായി നശിപ്പിച്ചു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. പ്രിയപ്പെട്ട തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ഇതാണ് ദൈവത്തിൻ്റെ വചനമെങ്കിൽ ദൈവത്തിൻ്റെ കരുണയുള്ളതായ കരങ്ങളെന്ത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം എന്ത് പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നുവോ അതിന് യാതൊരു തടസ്സവുമില്ലാതെ ദൈവം ആ തക്ക സമയത്ത് ഉപയോഗിക്കുവാൻ ആളെ എടുക്കും. 2 രാജാക്കന്മാർ 10-28 വാക്യം ഇപ്രകാരം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. അവൻ ഇപ്രകാരം നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു? ഇങ്ങനെ യേഹൂ ബാലിനെ ഇസ്രായേലിൽ നിന്ന് നശിപ്പിച്ച് കളഞ്ഞു. മറ്റൊരു പുസ്തകം വായിക്കുമ്പോൾ പൂർണ്ണമായി തുടച്ചു നീക്കിയെന്ന അവന് ശുദ്ധീകരണം കർശനം നടത്തി. ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തോട് പാപം ചെയ്യുന്നവർ, അല്ലെ ദൈവത്തിനെ നിന്ദിക്കുന്നവർ, ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ, അവരെ നിശേഷം നശിപ്പിച്ച് കളയും. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ സ്ഥാനത്ത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി ജീവിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെയും എന്നെയും അപ്രകാരം നശിപ്പിച്ചു, ഈ ലോകത്തെ തന്നെ നശിപ്പിച്ച് കളയും. അതിനുവേണ്ടി ദൈവം ഒരുക്കുന്നു. കാരണം ഒരു നീതിമാനുണ്ടോ എന്നറിയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് നോക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. അവൻ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ ഈ യേഹൂവിനെ പോലെ നമുക്ക് ആയി തീരുവാൻ തക്കവണ്ണം കഴിയും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്നാൽ ആ വചനത്തിൽ നമ്മൾ ഇപ്രകാരം ചിന്തിക്കുന്നു, ഇങ്ങനെ പൂർണ്ണതയോടുകൂടെ യേഹൂ ചെയ്തതുകൊണ്ട് ഇപ്രകാരം 30-ാമത്തെ വാക്യം പറയുന്നു, യഹോവ യേഹൂവിനോട് എനിക്കിഷ്ടമുള്ളത് നീ നല്ലവണ്ണം അനുഷ്ഠിച്ചതുകൊണ്ടും എൻ്റെ ഹിതപ്രകാരമൊക്കെയും ആ വിഗ്രഹത്തോട് ചെയ്തുകൊണ്ടും നിൻ്റെ പുത്രന്മാർ ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്തിൽ 4-ാം തലമുറ വരെ ഇരിക്കുമെന്ന് അരുളി ചെയ്തു. യേഹൂവിൻ്റെ വരും തലമുറ 4 തലമുറ പൂർണ്ണമായി ദൈവസന്നിധിയിൽ കാണുമെന്ന് സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്തു. അപ്പോൾ അവൻ്റെ പുത്രന്മാർ, അവരുടെ പുത്രന്മാർ ഇങ്ങനെ 4 തലമുറ രാജസ്ഥാനത്ത് ഇസ്രായേൽ കാണുവാൻ തക്കണയിടയാവുമെന്ന് ദൈവം അരുളി ചെയ്തു. ആ വാഗ്ദാനം പൂർണ്ണമായി ദൈവസന്നിധിയിൽ നിറവേറുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളെ. എന്നാൽ ഒരു കാര്യം ശരിയാ, ആ 30-ാമത്തെ വാക്യത്തിന് തൊട്ട് മുമ്പ് ഇപ്രകാരം പറയുന്നു, എന്നാൽ അവൻ
യേഹു ബാലിൻ്റെ ഇസ്രയേലിനെ നശിപ്പിച്ചു കളഞ്ഞുവെങ്കിലും ബേഥേലിലും ദാനിലും ഉണ്ടായിരുന്ന പൊൻകാളക്കുട്ടികളെ കൊണ്ട് ഇസ്രയേലിനെ പാപം ചെയ്യുമാറാക്കി. നെബോത്തിൻ്റെ മകനായ യെരോബയാമിൻ്റെ പാപങ്ങളും യേഹു വിട്ടുമാറിയില്ല. ആ ദാനിലും ബേഥേലിലും സ്ഥാപിച്ച ആ കാളക്കുട്ടികളെ ധ്യാനിക്കുവാനും ആരാധിക്കുവാനും അതിനെ യാഗമർപ്പിക്കുവാനും ഇസ്രയേൽ ജനത്തെ കൊണ്ട് പാപം ചെയ്യിച്ചു. അവനും പാപവഴികളിൽ തന്നെ ജീവിച്ചു എന്ന് തൻ്റെ പിതാക്കന്മാരെ. എന്നാൽ ബാൽ ദേവന്മാരെയും ഇക്രോന്യ ദേവന്മാരെയും അവരുടെ പൂജാഗിരികളെയും അവർക്കുണ്ടായിരുന്നതായ പൂജാഗിരി പുരോഹിതന്മാരെയും പൂർണ്ണമായി നശിപ്പിച്ച് കളഞ്ഞുവെന്ന് തിരുവചനം നമ്മളെ മനസ്സിലാക്കുവാൻ കൊണ്ട് കഴിയുന്നു. അതുകൊണ്ട് യഹോവയ്ക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ, ദൈവസന്നിധി നമ്മൾ നിലനിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കാൻ നമ്മൾ ഓർക്കുക. 2 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം പറയുമ്പോൾ, യഹൂദ രാജാവ് അഹസ്യാവ് ആഹാബ് ഗൃഹത്തിൻ്റെ വഴിയിൽ നടന്നു. ആഹാബ് ഗൃഹം ചെയ്തതുപോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവൻ ആഹാബ് ഗൃഹത്തോട് സംബന്ധമുള്ളവൻ ആയിരുന്നുവല്ലോ. കാരണം ആഹാബ് ഗൃഹത്തോട് സംബന്ധമുള്ളവരൊക്കെയും ആഹാബിൻ്റെ വഴിയിൽ നടന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കുന്ന ഏതൊരു ദൈവ പൈതലും ഏതൊരു ദൈവിക ചിന്തകളിലും ഇരിക്കുന്നവർ അപ്രകാരമായിരിക്കാൻ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കാണുന്നത് നമ്മൾ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, മൊട്ടക്കൊന്നുകളിലൊക്കെയും തലപൊക്കി നോക്കുക, നീ പരസംഗം ചെയ്യാത്ത സ്ഥലം ഏതുള്ളൂ? മരുഭൂമിയിൽ ആരാപിറന്ന പോലെ നീ വഴികളിൽ അവർക്കായി പതിയിരുന്നു. നിൻ്റെ പരസംഗത്താലും ഭക്ഷണത്താലും ദേശത്തെ മല്ലമാക്കി. അതുകൊണ്ട് മഴ നിന്നുപോയി, പിന്മഴ പെയ്തതുമില്ല. പ്രിയപ്പെട്ടവർ, ഇന്ന് ലോകം അതിൻ്റെ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ മുൻമഴ ദൈവത്തിൻ്റെ അനുഗ്രഹമേറിയ മഴയുണ്ടായിരുന്നു. ഈ പിന്മഴ ഇപ്പോൾ പെയ്യാൻ താമസിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുവാനും നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനും വേർപിരിപ്പാനും കഴിയാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രകാരം നമുക്ക് വായിക്കുവാൻ ചിന്തിപ്പാൻ തക്കവണ്ണം കഴിയുകയാണ്. ഇസ്രയേലിൽ അയൽരാജ്യക്കാരുമായി മമതമായ ബന്ധം പുലർത്തുന്നതിന് വേണ്ടി ആഹാപ്രകാരം പ്രവർത്തിച്ചു എന്ന് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഞാൻ നിലനിൽക്കുന്നുവെങ്കിൽ, ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കുന്നുവെങ്കിൽ, ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നുവെങ്കിൽ, ഇങ്ങനെ മതസൗഹാർദ്ദത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്ത് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി അയൽക്കാരുമായി വിവാഹബന്ധമോ അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങൾ സ്ഥാപിക്കുകയല്ല. പിന്നെയോ നാം ജീവനുള്ള ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ജീവനുള്ള ദൈവത്തിൽ കൂടി സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവനും എൻ്റെ സഹോദരനാണെന്ന് കാണുവാനുള്ള മനോധൈര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. എന്നാൽ യേഹുവിൻ്റെ ഭരണകാലം 28 വർഷമായിരുന്നു. BC 841 മുതൽ 813 വരെയുള്ള കാലയളവായിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്രകാരമാകുന്നു. നമുക്ക് കൺകളെ അടയ്ക്കാം. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായിരിക്കുന്ന ദൈവമേ, സ്വർഗീയപിതാവേ, ആഹാബിൻ്റെ ഗ്രഹം മുഴുവനായി ദൈവത്തോട് ദ്രോഹം ചെയ്തു. വാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. അത് അവിടുത്തെ ജനത്തെ നയിപ്പാനിടയാക്കി തീർത്തു. എന്നാൽ നിൻ്റെ ദാസനാകുന്ന യേഹു മുഖാന്തരം അവരെ പൂർണ്ണമായ കുടുംബത്തെ നശിപ്പിച്ച് കളഞ്ഞു. ഇതുപോലെ പാപമംഗലമായി ജീവിക്കുന്ന ഈ ലോകത്തിലെ സകലരെയും നീ നശിപ്പിച്ചുകൊണ്ട് നിന്റെ നീതിമാനായിരിക്കുന്ന നിൻ്റെ മക്കളെ ഓരോരുത്തരും ചേർപ്പാനായിട്ട് ദൈവമേഘാരനായി വരുമ്പോൾ ഈ ലോകത്തിൽ ആരും കാണാതിരിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം വചനം ശ്രവിക്കുന്ന സകലരും ദൈവമേ ഇത് കേട്ട് രൂപാന്തരം പ്രാപിച്ച് ദൈവസന്നിധി സ്ഥിരതയോടെ നിൽപ്പാൻ തക്കവണ്ണം സഹായിക്കണം. ദൈവമേ നിൻ്റെ സാന്നിധ്യം ഇരിക്കുമാറാകണം. നിൻ്റെ കരങ്ങൾ കൊള്ളി വഹിക്കുമാറാകണം. ദൈവമേ വചനം നിൻ്റേത്, വചനം കേൾക്കുന്ന ജനവും നിൻ്റേത്, അതുപോലെ വചനം സംസാരിക്കുന്ന നിൻ്റെ ദാസനും ഞാനും നിൻ്റേത്. അതിനാ കരങ്ങൾ പിതാവേ നീ മനസ്സിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.